Acuplus Interior and Electronics. പാലക്കാട് പലശന ഒഴിവുപാറയിൽ 9 വയസ്സുകാരി വിനോദിനിയുടെ വലതുകൈ ചികിത്സയ്ക്കിടെ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന് മുന്നിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ മൊഴി നൽകി. സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ വിദഗ്ധ സംഘത്തിന് മുന്നിൽ പറഞ്ഞതായി കുട്ടിയുടെ അമ്മ പ്രസീത പറഞ്ഞു. അതെ, ഞങ്ങൾ കൊടുത്തിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് നടന്നത് എല്ലാ സംഭവങ്ങളും നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടണമെന്നാണ് ഞങ്ങൾ കൊടുത്തത്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സാർ. ഞങ്ങളുടെ കൂടെ ആരുമില്ല. നല്ല നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സത്യമായിട്ട് എനിക്ക് വളരെ പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. ഞങ്ങൾക്ക് സ്വന്തം വീട് പോലും ഇല്ലാത്ത ഞങ്ങളുടെ എടുക്കുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞ പേടിയുണ്ട്, നല്ലോണം പേടി. പിരിച്ചുവിടണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ എൻ്റെ കുട്ടീൻ്റെ കൈ പോയതുപോലെ അവൻ്റെ അനാസ്ഥ കൊണ്ടല്ലാന്ന് പോലും റിപ്പോർട്ട് കൊടുക്കുമെന്ന് പോലും ഞങ്ങൾക്ക് പേടിയുണ്ട്. സത്യമായിട്ടാ പറയുന്നത്. നല്ല പേടിയുണ്ട്. അതന്നെ ഞങ്ങൾക്ക് പേടി തോന്നുന്നു. അറിയില്ല, എനിക്കറിയില്ല. ഞങ്ങൾക്ക് അറിയില്ലല്ലോ സാറേ. ഞങ്ങൾക്ക് അവരെങ്ങനെ ചെയ്യും, എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയില്ല. സത്യം എനിക്ക് നല്ല ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല റിപ്പോർട്ട് എങ്ങനെ കിട്ടും നമുക്കറിയില്ലല്ലോ. ആൻ്റെ പക്ഷത്ത് നിൽക്കുന്ന നമുക്കറിയില്ലല്ലോ. റിപ്പോർട്ട് എങ്ങനെ വേണമെങ്കിൽ വരാം, തിരിച്ചു വരാം, മറിച്ച് വരാം, എങ്ങനെ വേണമെങ്കിൽ വരാമല്ലോ. ഞങ്ങളുടെ രീതിക്ക് വരാം, അവൻ്റെ രീതിക്ക്. നല്ല പേടിയുണ്ട് ഞങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ആരുമില്ല. അവരൊക്കെ അതന്നെ നടത്തണം എന്നാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളുടെ കൂടെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു രീതിയിൽ വേണം തന്നെ ഞാൻ പറയുന്നത്. കാരണം അവർ വലിയ വലിയ ജോലിക്കാരാണ്. അവർക്ക് എങ്ങനെ വേണമെങ്കിൽ തിരിക്കാൻ, മറിക്കാം, എന്ത് വേണം ചെയ്യാൻ. ഞങ്ങളുടെ കൂടെ ആരും ഇല്ല. സത്യം പറഞ്ഞു ഞങ്ങളല്ലാണ്ട് ഞങ്ങളുടെ കൂടെ ആരും ഇല്ല. അത് പറയാൻ ഒന്നും ചെയ്യാൻ ആരുമില്ല. അപ്പം ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടണം തന്നെയാണ് പറയുന്നത്. എൻ്റെ മകൾക്ക് എന്തായാലും നീതി കിട്ടണം. എന്തായാലും തനിക്ക് നീതി കിട്ടുമോ എന്ന പേടിയാണുള്ളത്. ആരും സഹായത്തിനില്ലാത്ത പാവങ്ങളാണ് ഞങ്ങൾ. താമസിക്കാൻ സ്വന്തമായി വീട് പോലുമില്ല. അവർ സ്വാധീനമുള്ളവരായതുകൊണ്ട് റിപ്പോർട്ട് പ്രതികൂലമാവുമോ എന്നാണ് പേടി. മകൾക്ക് നീതി കിട്ടണമെന്നാണ് ആവശ്യമെന്നും പറഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് വിനോദിനി എന്ന 9 വയസ്സുകാരുടെ കൈക്ക് പൊട്ടലുണ്ടാവുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തി എക്സ്റേ എടുത്തതിൽ കുട്ടിയുടെ കൈയിൽ പൊട്ടൽ കണ്ടെങ്കിലും ഡ്യൂട്ടി ഡോക്ടർ കൈ പ്ലാസ്റ്റർ ഇട്ട് കുട്ടിയെ വീട്ടിലേക്ക് അയച്ചു. തുടർന്ന് 30-ന് കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ എത്തിയപ്പോഴാണ് കുട്ടിയുടെ കൈ പൊട്ടിയ ഭാഗത്ത് ഗുരുതരമായ പഴുപ്പ് ബാധിച്ചതായി കണ്ടെത്തുന്നത്. കുട്ടിയുടെ ജീവന് ഭീഷണിയാകുന്ന സ്ഥിതിയാണെന്ന് മനസ്സിലാക്കിയതോടെ കൈ മുറിച്ചു മാറ്റി. വീണ് എല്ല് പൊട്ടിയ കുട്ടിയുടെ കൈ ചികിത്സിച്ച ഡോക്ടറുടെ അശ്രദ്ധ കാരണം മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം വലിയ വിവാദമായിരുന്നു. കുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ 2 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകി. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് കുട്ടിക്ക് കൃത്രിമ കൈ വയ്ക്കുന്നതിന് 8 ലക്ഷം രൂപയുടെ സഹായം ഉറപ്പാക്കിയപ്പോൾ കൂടുതൽ സഹായങ്ങളുമായി സർക്കാരും രംഗത്തെത്തി. ഇതിനിടെയാണ് കുട്ടിക്ക് ചികിത്സ നൽകുന്നതിൽ ഡോക്ടർമാർക്ക് പിഴവ് സംഭവിച്ചു എന്ന വിഷയത്തിൽ വിദഗ്ധ സമിതി അന്വേഷണം നടത്തുന്നത്. പാലക്കാട് DM ഓഫീസിലായിരുന്നു വിദഗ്ധ സംഘം കുട്ടിയെയും രക്ഷിതാക്കളെയും കണ്ടത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.